ഞാനും ഇച്ചുമോളും കോഴിക്കോടേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ബസ്സിൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങൾ ബസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ അവിടെ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി. ട്രെയിനിലാണ് ഞാനും ഇച്ചുമോളും അല്ലാതെ വേറൊരു പൂച്ചക്കുട്ടി പോലും ഇല്ല. അവൾ അവിടെ ഇരുന്ന് ചോക്കോബാർ കഴിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ മെല്ലെ നീങ്ങി തുടങ്ങി. ട്രെയിനിൽ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളത് അവൾക്കും എനിക്കും നിർബന്ധമുള്ള കാര്യമാണ്. ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടാണ് കഴിക്കാറ്. സ്റ്റേഷനിൽ നിന്ന് അധികം അങ്ങനെ ഫുഡൊന്നും വാങ്ങിക്കാറില്ല. മോളുള്ളതുകൊണ്ട് ഞാൻ അധികം വാങ്ങാറില്ല. വേറെ ഒന്നുമല്ല, എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ദൂരമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിൽ അവൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് കരയാനൊക്കെ തുടങ്ങും. പിന്നെ വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരിക്കും ഉണ്ടാകുക. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തെ കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതായിരിക്കും. കാരണം ഈ ട്രെയിൻ അധികം പോവുക വയലിൻ്റെ നടുവ് കൂടിയും പുഴേൻ്റെ നടുവ് കൂടിയും ഒക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് നല്ല രസമാണ് പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കാൻ. അങ്ങനെ തലശ്ശേരിയും മാഹിയും വടകരയും കൊയിലാണ്ടിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കോഴിക്കോടേക്ക്. വീടെത്തിയപ്പോൾ തന്നെ അവൾ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം എന്താ, അവളുടെ കോഴിക്കുട്ടീനെയും നായ്ക്കുട്ടീനെയും ഒക്കെ കാണാനുള്ള സന്തോഷത്തിലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.